വാർഷികം പ്രമാണിച്ച് ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ആഘോഷ പരിപാടികളല്ലേ. അപ്പോൾ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് നല്ല വെറൈറ്റി ഒരു ഓട്ടം തുള്ളൽ ഇറക്കാൻ പോവാണ്. അപ്പോൾ സർക്കാരിന് വേണ്ടി ഓട്ടം തുള്ളൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നു യൂത്ത് ലീഗ്. ഓട്ടം തുള്ളലിൽ പലതും പറയും, അത് കേട്ടാലും കോപിക്കരുതേ. പറഞ്ഞോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. സർക്കാർ ഇപ്പൊ മൊത്തം ചിൽമൂടല്ലേ. ഭരിക്കാൻ കാശില്ലെങ്കിൽ എന്താ, ആഘോഷിക്കാൻ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ. അതുകൊണ്ട് മൊത്തം സെലിബ്രേഷൻ വൈബാണ്. കലികാലം ഇത് കാലിക്കാലം, കയ്യിൽ കാശോ ഇല്ല കാലം. കലികാലം ഇത് കാലിക്കാലം, കയ്യിൽ കാശോ ഇല്ല കാലം. 26 കോടി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. 200 കോടി ആയാലും ഇവരുടെ ഈ ആഘോഷം അവസാനിക്കില്ല. മുഖ്യമന്ത്രിയുടെ പടം വയ്ക്കാൻ മാത്രം 15 കോടി രൂപയുടെ ഹോർഡിങ്സ് ആണ് കേരളം മുഴുവൻ വെച്ചിരിക്കുന്നത്. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. സോറി, അത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഒരു വീക്ക്നെസ് ആയി പോയി. ഇതൊക്കെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടല്ലേ. അതിനു വേണ്ടി കുറച്ച് കോടികളൊക്കെ പൊട്ടിക്കാന്നേ. ഏറ്റവും വലിയ കീറാമുട്ടി ആവശ്യത്തിന് ധനം ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് നമ്മുടെ ഈ GST വന്നതിന് ശേഷം ടാക്സ് വലിയ തോതിൽ കുറഞ്ഞു. ഇതൊക്കെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമല്ല പറയണത്. നമ്മുടെ ഖജനാവ് ഒരു പ്രത്യേകതരം ഖജനാവാണെന്ന് പറഞ്ഞൂടെ. സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് സർക്കാരിന്റെ കയ്യിൽ കാശില്ല, പക്ഷെ സർക്കാരിന്റെ ആഘോഷങ്ങൾക്ക് ഖജനാവില് ഇഷ്ടംപോലെ കാശുണ്ട്. അയ്യോ കാലം കലികാലം, ഇത് പിണറായി നാട് ഭരിക്കും കാലം. അയ്യോ കാലം കലികാലം, ഇത് പിണറായി നാട് ഭരിക്കും കാലം. വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് പ്രചാരണത്തിനും മറ്റുമായിട്ട് 27 കോടി, പന്തല് പണിക്ക് 20 കോടി, പിന്നെ നമ്മുടെ പ്രദർശനത്തിന് വേറെ കോടി. എന്തൊരു ചെലവ് ചുരുക്കിയിട്ടാണല്ലേ സർക്കാർ വാർഷികാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. 1-ാം നമ്പർ കേരളത്തിന്റെ ഉത്തമ മാതൃക തന്നെ. കേരളത്തിലെ പ്രതിപക്ഷം ഈ 4ാം വാർഷിക ആഘോഷങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. ആശ്വാസം, അത്രയും ചെലവ് കുറഞ്ഞു കിട്ടി. ആ കാശെടുത്ത് വാർഷികാഘോഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ 2 ഫ്ലക്സ് കൂടുതൽ വെക്കണം. ഹൈ, നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ എന്ന്. എന്നാലും സർക്കാരിന്റെ വാർഷികാഘോഷം പ്രതിപക്ഷം ബഹിഷ്കരിച്ചത് മോശമായി പോയിട്ടാ. നിങ്ങൾ വാർഷികാഘോഷത്തിന്റെ വേദിയിലൊന്ന് പോയി നോക്കി നോക്ക്. സർക്കാരിന്റെ നേട്ടങ്ങൾ അവർ എണ്ണി ഓരോന്നായിട്ട് പറഞ്ഞു തരുന്നത് കേൾക്കാം. അല്ലേ CM? സർക്കാർ വാർഷികത്തെയും അതോടൊപ്പമുള്ള പ്രദർശനമേളയെയും ജനങ്ങളാകെ ഏറ്റെടുക്കുന്ന സ്ഥിതിയാണ്. കുറച്ച് ഒരു കൂട്ടർ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ ബഹിഷ്കരിക്കുമെന്ന നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ജനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന നിലയിലേക്ക് എത്തുന്നത്. അതായത് സമൂഹത്തിന്റെ നാനാതുറകളിലേക്കും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. സർക്കാരിന്റെ കയ്യൊപ്പ് പതിയാത്ത ഒരിടം പോലും ഉണ്ടാവില്ല. ആശമാരുടെ സമരം കണ്ടു ആശാന്മാര് കുലുങ്ങുന്നില്ല. അത് പിന്നെ കേന്ദ്രമളെ ചതിച്ചോണ്ടല്ലേ. ആശാ വർക്കേഴ്സ് നമ്മുടെ സഹോദരിമാരാണ്. പക്ഷെ കേന്ദ്രമളെ സാമ്പത്തികമായിട്ട് ഞെരുക്കിയില്ലേ. അതുകൊണ്ട് നിങ്ങൾ ആശമാരുടെ കാര്യം വിട്, ബാക്കി മേഖലകളൊന്ന് നോക്ക്. കേരളത്തിൽ നടക്കില്ല എന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് തകരാൻ പറ്റില്ല. നമ്മുടെ നാടിന് ഇനിയും പുരോഗതി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പിന്നല്ല, പറഞ്ഞു കൊടുക്ക് CM അങ്ങോട്ട്. സ്വന്തം മക്കളുടെ ആശകൾ തീർക്കും മൂത്താശാനാടിൻ മുഖ്യൻ. സ്വന്തം മക്കളുടെ ആശകൾ തീർക്കും മൂത്താശാനാടിൻ മുഖ്യൻ. അത് പിന്നെ മാസപ്പടിക്കേസും രാഷ്ട്രീയ പ്രേരിതാണ്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വിടൂ. വാർഷികാഘോഷം പ്രമാണിച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖല പോലെ ലോകോത്തര ശ്രദ്ധ പിടിച്ചു പറ്റിയ മേഖലകളിലേക്ക് ഒന്ന് നോക്കി നോക്ക്. അടുപ്പിലൊന്നും തീയില്ലെങ്കിലും ആശുപത്രിയിൽ പുകപടലങ്ങൾ. ഇതെന്തൊരു കഷ്ടാണ്. എപ്പോഴും കുറ്റം മാത്രം പറയാനാണെങ്കിൽ പിന്നെ എന്തിനാണ് പ്രതിപക്ഷം? ദിസ് ഇസ് ടു മച്ച്. നിങ്ങളൊക്കെ എന്തിട്ടാ പറഞ്ഞു വരുന്നത്? 8-9 വർഷമായിട്ട് സർക്കാർ ഇവിടെ ഒരു നല്ല കാര്യം ചെയ്യണില്ലെന്നോ? കുറ്റം മാത്രം പറയരുതല്ലോ. സർജറി കഴിയും രോഗിക്കുള്ളിൽ കത്രിക ഫ്രീ ആയി നൽകും കാലം. പുല്ല് ചോദിക്കണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ CM അറിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ല, പഴയ പിണറായി വിജയനെ നിങ്ങളെല്ലാരും കൂടി പുറത്തേക്ക് എടുക്കരുതിട്ടാ. പറഞ്ഞേക്കാം. ലെജൻഡാണ്, കാരണഭൂതനാണ് എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കും. അത് കഴിയുമ്പോൾ സമയമായി 7 മണി. എഴുന്നേക്കട്ടെ. നമസ്കാരം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ആകെ തരികിട മൊത്തം തരികിട, നാടുമൊഴിച്ചവരിനിയും വേണ്ട. സർക്കാർ ഇവിടെ കുറെ വികസന പദ്ധതികൾ കൊണ്ടുവന്നുണ്ട്. ഒരു സർക്കാരിന് അവരുടെ വാർഷിക ആഘോഷിക്കാൻ അവകാശമുണ്ട്. പക്ഷെ എന്തിനും ഇതിനും ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് നിലവിളിക്കുന്നവര് സ്വന്തം കാര്യം വരുമ്പോ ഒന്നും നോക്കാണ്ട് അറഞ്ചം പുറഞ്ചം കോടികൾ വാരി വീശുമ്പോഴാണ് എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ തോന്നണം.